യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നിങ്ങൾ യഹോവയെ കാത്തിരിക്കുന്നവരാണോ? നിശ്ചയമായും നിങ്ങൾ ശക്തിയെ പുതുക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്നിട്ട് നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങൾ മുൻപോട്ട് തന്നെ പോകും. തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കാത്തിരിക്കുന്നതിൽ നമ്മുടെ പിതാക്കന്മാർ മുൻപന്തിയിലാണ്. അബ്രഹാം നീണ്ട 25 വർഷക്കാലം ദൈവത്തെ കാത്തിരുന്ന ഒരു മനുഷ്യനാണ്. തൻ്റെ 100-ാമത്തെ വയസ്സിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടത്. 25 വർഷക്കാലം അബ്രഹാം ദൈവത്തെ കാത്തിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം പ്രതികൂലമായിരിക്കാം. ഈ ലോകം അസാധ്യമെന്ന് നിങ്ങളോട് പറയുന്നുണ്ടാകാം. എങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മൗനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ദൈവത്തിൻ്റെ മൗനത്തിൽ നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ദൈവം മൗനമായിരിക്കുന്നത് പോലും നമ്മോടുള്ള സ്നേഹമാണ്. വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. മഹത്വകരമായത് വെളിപ്പെട്ടു വരും. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ക്ഷമയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.